ഹലോ മക്കളെ, ഇന്ന് നമ്മള് പുതിയൊരു ചാപ്റ്റർ പഠിക്കുകയാണ്. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താ? ഫുഡ് സേഫ്റ്റി ഇൻ ഇന്ത്യ. ഫുഡ് സേഫ്റ്റി ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പൊ ഫുഡിന്റെ സേഫ്റ്റി അതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഫുഡ് നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? നമ്മുടെ ലൈഫിൽ ഫുഡ് എന്ന് പറയുന്ന സാധനം നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ കഴിക്കുന്ന ഫുഡ് എത്രത്തോളം സേഫ് ആയിരിക്കണം, ആ ഒരു സേഫ്റ്റി ഇമ്പോർട്ടൻസ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാ പറയുന്നത് നോക്കാം. ഫുഡ് സെക്യൂരിറ്റി ഇൻ India. So, food security means availability, accessibility and affordability of food to all people at all times. So, food security means availability, accessibility and affordability of food to all people at all times. എപ്പോഴുമുള്ള ഫുഡിന്റെ ഫുഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫുഡ് അവൈലബിൾ ആയിരിക്കണം, ആക്സസിബിൾ ആയിരിക്കണം, അഫോർഡബിൾ ആയിരിക്കണം. ഈ മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് പഠിക്കുന്നുണ്ട്. The poor households are more vulnerable to food insecurity whenever there is a problem of production or distribution of food crops. അല്ലെ, നമുക്ക് കഴിക്കേണ്ട ഭക്ഷണം ഒരു സ്ഥലത്ത് ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ നമ്മുടെ വീട്ടിലല്ലല്ലോ ഉണ്ടാക്കുന്നത് അല്ലെ. അപ്പം ഒരു സ്ഥലത്ത് കുറെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ടാവും. ആ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലത്തുനിന്ന് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അല്ലെ. ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്തുനിന്നും ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ പല സ്ഥലങ്ങളിൽ ആൾക്കാര് ഫുഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് നിയറസ്റ്റ് ഉള്ള മാർക്കറ്റിൽ വരുന്ന സമയത്ത് നമ്മൾ അത് പൈസ കൊടുത്തിട്ട് വാങ്ങിക്കും. സോ food security means availability, accessibility and affordability of food to all people at all times. So the poor households are more vulnerable to food insecurity whenever there is a problem of production or distribution of food crops. Food security depends on the public distribution system. ഈ വാക്ക് നമ്മൾ ഓർത്തു വെക്കണം. PDS എന്നാണ് നമ്മൾ ഇതിൽ പറയാ, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഇനി ഈ ചാപ്റ്റർ പഠിക്കുന്നതോറും നമ്മൾ പഠിക്കുന്ന വേർഡ് എന്തായിരിക്കും? നമ്മൾ പറയാ കംപ്ലീറ്റ് വേർഡ് ആയിരിക്കില്ല പറയാ, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്നായിരിക്കില്ല, ചിലപ്പോൾ നമ്മൾ PDS എന്നായിരിക്കും പറയാം. അപ്പം പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് PDS. സോ food security depends on the public distribution system and government vigilance and action at times when this security is threatened. Okay, അപ്പം ഫുഡിന്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് ഗവൺമെന്റ് വിജിലൻസ് ആൻഡ് ആക്ഷൻ അറ്റ് ടൈംസ് വെൻ ദിസ് സെക്യൂരിറ്റി ഈസ് ത്രെറ്റൻഡ്. അല്ലെ, നമ്മൾ കഴിക്കുന്ന സാധനം അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഭക്ഷ്യ സുരക്ഷ അല്ലെ, നമുക്ക് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു സുരക്ഷ എന്ന് പറയുന്നതും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അഫോർഡബിൾ ആയിട്ട്, ആക്സസിബിൾ ആയിട്ട്, അവൈലബിൾ ആയിട്ട് ഇരിക്കണം നമുക്ക് ഫുഡ് അല്ലെ. ഒരു സമയത്ത് ഫുഡിന്റെ അവൈലബിലിറ്റി ഇല്ല, ഭക്ഷണം ഇല്ല, എവിടെയും ഭക്ഷണം ഇല്ലാത്തൊരവസ്ഥ, എന്തായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ. ഭക്ഷണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഫുഡ് എപ്പോഴും എന്തായിരിക്കണം? അവൈലബിൾ ആയിരിക്കുകയും ചെയ്യണം. ആൻഡ് നമ്മുടെ ഫുഡിന്റെ സെക്യൂരിറ്റി എപ്പോഴും പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനെയും ഗവൺമെന്റ് വിജിലൻസ് ആൻഡ് ആക്ഷൻ അറ്റ് ടൈംസ് വെൻ ദ സെക്യൂരിറ്റി ഈസ് ത്രെറ്റൻഡ് അതിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ഫുഡ് സെക്യൂരിറ്റി? ഫുഡ് സെക്യൂരിറ്റി ഇൻ ഇന്ത്യ. Food is an essential for living as air as for breathing. അല്ലെ, നമുക്ക് ഫുഡ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്? നമുക്ക് ശ്വസിക്കാൻ വേണ്ടിയിട്ട് എയർ വേണം അല്ലെ. അതുപോലെ തന്നെ അത്രയേറെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം എന്ന് പറയുന്നത് അല്ലെ. ഭക്ഷണം കിട്ടാതെ എന്ത് ചെയ്യും? നമ്മൾ ഡെത്ത് ആയി പോകും അല്ലെ. നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് അല്ലെ, നമുക്ക് വളരാൻ വേണ്ട ന്യൂട്രിയൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ്. അപ്പൊ നമുക്ക് ആ ന്യൂട്രിയൻസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെ, ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് എയർ വേണം എന്നതുപോലെ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ഫുഡിന്റെ സെക്യൂരിറ്റി. ഫുഡ് ഇമ്പോർട്ടന്റ് ആണ്, ഫുഡ് കിട്ടാൻ വേണം. ആൻഡ് ഫുഡ് അവൈലബിൾ ആയിരിക്കണം, അഫോർഡബിൾ ആയിരിക്കണം, ആക്സസിബിളും ആയിരിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് ഫുഡ് സെക്യൂരിറ്റി. ബട്ട് ഫുഡ് സെക്യൂരിറ്റി മീൻസ് സംതിങ് മോർ ദാൻ ഗെറ്റിംഗ് 2 square meals അല്ലെ. നമുക്കൊരു 2 square meals കിട്ടുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മള് ഫുഡ് സെക്യൂരിറ്റി അറ്റൈൻ ചെയ്തു എന്നാണോ അതിന്റെ അർത്ഥം? അല്ല, നമുക്ക് 2 square meals കിട്ടിയാൽ മാത്രം പോരാ, വേറെയും കുറെ കാര്യങ്ങള് ഉണ്ട് അല്ലെ. അഫോർഡബിലിറ്റി ഉണ്ട്, അവൈലബിലിറ്റി ഉണ്ട്, ആക്സസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഈ 3 കാര്യങ്ങളും കൂടെ മീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടുന്ന ഫുഡ്. വാട്ട് ഈസ് ഫുഡ് സെക്യൂരിറ്റി അല്ലെങ്കിൽ ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് ക്ലിയർ ആവണം എന്നുണ്ടെങ്കിൽ എന്താണ്? അവൈലബിലിറ്റി, ആക്സസിബിലിറ്റി ആൻഡ് അഫോർഡബിലിറ്റി
ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് വൺ എന്താ മക്കളെ? ദാറ്റ് ഈസ് അവൈലബിലിറ്റി. Okay, food in the availability. Availability of food means food production within the country, food imports, and the previous year's stocks stored in government granaries. അപ്പം ഫുഡിന്റെ അവൈലബിലിറ്റി നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് എവിടെ നിന്നൊക്കെയാ ഫുഡ് കിട്ടുക? എവിടുന്നാ ഫുഡ് കിട്ടുക? കുറെ ആൾക്കാർ എന്ത് ചെയ്യും? കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെ, ഫാമേഴ്സ് ഉണ്ട്. ഫാമേഴ്സ് എന്ത് ചെയ്യും? കൃഷി ചെയ്യും. കൃഷി കൾട്ടിവേഷൻ ചെയ്യും അല്ലെ, കൾട്ടിവേറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ രാജ്യത്ത് തന്നെ കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മുടെ രാജ്യത്തുള്ള കൃഷിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള ഫാമേഴ്സ് കൃഷി ചെയ്തിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാര് ഭക്ഷണം ഉണ്ടാക്കും. അല്ലാന്നുണ്ടെങ്കിൽ ലോക്കൽ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എല്ലാ ആൾക്കാരും അല്ലെ, ലോക്കൽ ആയിട്ടാണെങ്കിൽ അല്ലെങ്കിൽ വൻകിടമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ചെറുകിടമായിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും എന്താ ചെയ്യുന്നത്? ഫാമിംഗ് ചെയ്യും, കൾട്ടിവേറ്റ് ചെയ്തിട്ട് നമ്മുടെ സ്വന്തം രാജ്യത്ത് തന്നെ ഉണ്ടാക്കുന്ന ഒരു കാറ്റഗറി ഓഫ് ഫുഡ് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു അവൈലബിലിറ്റി ഉണ്ട് ഫുഡിന്. പിന്നെ എവിടുന്നാ? വേറെ രാജ്യത്ത് നിന്നൊക്കെ കൊണ്ടുവരും അല്ലെ, നമ്മുടെ രാജ്യത്ത് കിട്ടാത്ത സാധനങ്ങളൊക്കെ അല്ലെ. നമുക്കിപ്പം എന്താ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സാധനം അല്ലെ, നമ്മുടെ രാജ്യത്തുള്ള സാധനങ്ങൾ നമ്മൾ എക്സ്പോർട്ടും ചെയ്യും. വേറെ കൺട്രീസിലുള്ള കാര്യങ്ങൾ നമുക്ക് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്ത് എടുക്കാൻ പറ്റും അല്ലെ. സോ അതുപോലെ നമുക്ക് നമ്മുടെ കൺട്രിയിലെ എക്സസ് പ്രൊഡക്ഷൻ ഉള്ള കാര്യങ്ങൾ നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? പുറത്തേക്ക് കയറ്റിവിടുകയും ചെയ്യും, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ നമുക്ക് കഴിക്കേണ്ട ഫുഡും നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് കിട്ടാറുണ്ട്. സോ ഇമ്പോർട്ട് ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഫുഡിന്റെ അവൈലബിലിറ്റി എന്ന് പറയുന്ന വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫുഡിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫുഡ് എന്ത് ചെയ്യും? എക്സസ് ആയിട്ട് പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? എക്സസ് പ്രൊഡക്ഷൻ ആയിട്ടുള്ള സാധനം നമ്മൾ കളയാണോ ചെയ്യുക? അല്ല, കളയൂല. നമ്മൾ എന്ത് ചെയ്യും? അത് സ്റ്റോക്ക് ചെയ്ത് വെക്കും. നമ്മുടെ ഗ്രാനറീസിൽ എന്ത് ചെയ്യും? അത് സ്റ്റോക്ക് ചെയ്ത് വെക്കും. ഫുഡ് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്ക് എന്താ അതിന്റെ ഇമ്പോർട്ടൻസ്? എന്താ? പ്രീവിയസ് ഇയർ കഴിഞ്ഞ വർഷത്തെ ഫുഡ് സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണ്. അതിന്റെ ഉദ്ദേശം എന്താണ്? നെക്സ്റ്റ് ഇയറിൽ ഇൻ കേസ് എങ്ങാനും ഫുഡിന്റെ വിളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, കൃഷിയുടെ വിളവ് മഴ കിട്ടാത്തത് കാരണോ വരൾച്ച കാരണോ എങ്ങാനും ഫുഡിന് കുറവുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രീവിയസ് ഇയർ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഫുഡ് എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഗ്രാനറീസിൽ സ്റ്റോക്ക് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ. അപ്പം ഈ ഒരു 3 കാറ്റഗറിയിലായിട്ട് നമുക്ക് എന്തുണ്ട്? ഫുഡിന്റെ അവൈലബിലിറ്റി ഉണ്ട്. സോ അവൈലബിലിറ്റി ഓഫ് ഫുഡ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഫുഡ് പ്രൊഡക്ഷൻ വിത്തിൻ ദ കൺട്രി, നമ്മുടെ കൺട്രീന്റെ ഉള്ളിൽ തന്നെയുള്ള പ്രൊഡക്ഷൻ ഉണ്ട്. ഫുഡ് ഇമ്പോർട്ട്സ് ഉണ്ട് അല്ലെ, ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്നതുണ്ട്. അതുപോലെ തന്നെ ദ പ്രീവിയസ് ഇയർ സ്റ്റോക്ക് സ്റ്റോർഡ് ഇൻ ഗവൺമെന്റ് ഗ്രാനറീസ് അല്ലെ, കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയിട്ട് എക്സസ് ആയിട്ട് വന്ന ഫുഡ് ഐറ്റംസ് എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്ത് വെക്കും അല്ലെ, നെല്ലൊക്കെ സംഭരിച്ചു വെക്കും. സംഭരിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. സോ ദാറ്റ് ഈസ് അബൌട്ട് അവൈലബിലിറ്റി ഓഫ് ഫുഡ്, ഫുഡിന്റെ അവൈലബിലിറ്റി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ദാറ്റ് ഈസ് ആക്സസിബിലിറ്റി. ഓക്കെ, accessibility means food is within reach of every person അല്ലെ, എല്ലാ ആൾക്കാർക്കും ആക്സസ് ആവുക പറഞ്ഞാൽ നമുക്ക് അറിയാലോ അല്ലെ. ആക്സസിന്റെ വേർഡ് മീനിങ് ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ. ആക്സസ് നമുക്ക് കിട്ടുന്നത് വൈഫൈ ആക്സസ് കിട്ടുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ആക്സസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള അർത്ഥമാണ് അല്ലെ. അപ്പം ഫുഡ് ഇങ്ങനെ കുറെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് കാര്യമില്ല, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഒരുപാട് കൾട്ടിവേഷൻ ഉണ്ടായത് കൊണ്ട് കാര്യമില്ല. അപ്പൊ ഞാനിപ്പോ വേറൊരു സ്ഥലത്ത് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ പൊതുവെ കൃഷി കുറവാണ് അല്ലെ. അപ്പൊ കൃഷി കുറവാണ് എന്ന് വെച്ചിട്ട് എന്റെ നാട്ടില് കൃഷിയൊന്നും ചെയ്യുന്നില്ല, നെൽകൃഷിയൊന്നും ചെയ്യുന്നില്ല. പക്ഷെ എനിക്ക് അരിഭക്ഷണം വേണം, എനിക്ക് ചോറ് കഴിക്കണം. എന്റെ വീട്ടിൽ ഞാൻ നെൽകൃഷി ചെയ്യുന്നില്ല, എന്റെ നാട്ടിലും നെൽകൃഷി ചെയ്യുന്നില്ല. പക്ഷെ എനിക്ക് അരി കിട്ടുന്നുണ്ട് അല്ലെ, മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അരി കിട്ടുന്നുണ്ട്. അതെങ്ങനെയാ കിട്ടുന്ന മക്കളെ? എങ്ങനെയാ? എനിക്ക് അവൈലബിൾ ആവുന്നുണ്ട് അല്ലെ. ദൂരെയുള്ള ഉണ്ടാക്കുന്ന ഭക്ഷണം, ദൂരെ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന മെറ്റീരിയല് എനിക്ക് എന്റെ വീട്ടിന്റെ അടുത്ത് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. സോ ദാറ്റ് ഈസ് അവൈലബിലിറ്റി. ഓക്കെ, അവൈലബിലിറ്റി മീൻസ് ഫുഡ് ഇസ് വിത്തിൻ റീച്ച് ഓഫ് എവറി പേഴ്സൺ. ഏതൊരു വ്യക്തിക്കും റീച്ച് ഉണ്ട് അല്ലെ, എല്ലാ ആൾക്കാർക്കും അടുത്ത് ആക്സസ് കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ആക്സസിബിലിറ്റി എന്ന് പറയാ. സോ അവൈലബിലിറ്റി പറഞ്ഞു, ആക്സസിബിലിറ്റിയും പറഞ്ഞു. ഇനി അഫോർഡബിലിറ്റി ആണ്. ഓക്കെ, അഫോർഡബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പൊ എല്ലാത്തിനും വില കുതിച്ചോണ്ടിരിക്കുകയല്ലേ, ഭയങ്കര ഫുഡ് ഗ്രെയിൻസിനൊക്കെ ഭയങ്കര റേറ്റ് ആണ്. സോ അഫോർഡബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഫുഡ് അഫോർഡബിൾ ആണ് അല്ലെ. നമുക്ക് 1 കിലോ അരി വാങ്ങണം, അതിന് 1000 രൂപയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കത് വാങ്ങിക്കാൻ പറ്റുമോ?
ഇല്ല. അപ്പം ഇപ്പൊ ഈവൻ കറന്റ് സിറ്റുവേഷനിൽ പോലെ എന്താണ് അഫോർഡബിലിറ്റി എന്ന് പറയുന്നത് എത്രത്തോളം ട്രൂ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈവൻ ഫുഡ് ഗ്രെയിൻസിന് മാത്രമല്ല, എല്ലാ കാര്യത്തിനും ഫുഡ് ബേസിക് നെസസറീസിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ട് പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. എല്ലാ മേഖലയിലും പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫുഡ് എന്ന് പറയുന്നത് മനുഷ്യന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു നീഡാണ് അല്ലെ. ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ ഒക്കെ നമ്മുടെ വളരെ ബേസിക് നീഡാണ്. ആ നീഡിനനുസരിച്ച് നമുക്ക് അഫോർഡബിൾ ആയിട്ട് ഭക്ഷണം കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അഫോർഡബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അല്ലെ, എനിക്ക് എന്റെ കയ്യിൽ ഒട്ടും പൈസ ഇല്ല, അപ്പൊ എനിക്ക് ഭക്ഷണം കഴിക്കുകയും വേണം. അപ്പൊ എന്റെ കയ്യിൽ എത്ര പൈസയാണോ ഉള്ളത് അതിന് കണക്കാക്കിയിട്ട് എനിക്ക് എന്ത് കിട്ടണം, എന്റെ നീഡിനനുസരിച്ചുള്ള ഫുഡ് കിട്ടുന്നുണ്ടോ, അതാണ് അഫോർഡബിലിറ്റി എന്ന് പറയുന്നത്. ഇംപ്ലൈസ് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ ഹാസ് എനഫ് മണി ടു ബൈ സഫിഷ്യന്റ് സേഫ് ആൻഡ് ന്യൂട്രീഷ്യസ് ഫുഡ് ടു മീറ്റ് വൺസ് ഡയറ്ററി നീഡ്. അപ്പം ഒരാളുടെ എന്താ പറയാ, ഒരാളുടെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട്, വിശപ്പ് മാത്രമല്ല അവരുടെ ന്യൂട്രീഷണൽ റിക്വയർമെന്റ്സ് അല്ലെ, അവർക്ക് എന്തെങ്കിലും കുറെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പോരാ അല്ലെ, അവർക്കും എന്ത് വേണം, പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് പോലും, അതായത് കുറച്ച് പൈസ ഉള്ള ആൾക്കാർക്ക് പോലും എന്ത് വേണം, ആ ന്യൂട്രിയന്റ് ആയിട്ടുള്ള അല്ലെ ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് എല്ലാ ന്യൂട്രിയൻസും വേണം. അപ്പൊ ആ ന്യൂട്രിയൻസ് ഒക്കെ കിട്ടുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കാനുള്ള അത്രയും ഇനഫ് മണി അയാളുടെ കയ്യിലുണ്ടോ, അയാൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതാണ് അഫോർഡബിലിറ്റി എന്ന് പറയുന്നത്. Okay, so affordability implies that an individual has enough money to buy sufficient, safe and nutritious food to meet one's dietary need. അല്ലെ, അയാളുടെ ഡയറ്ററി നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പാകത്തിന് അയാൾക്ക് ഫുഡ് ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ കയ്യിൽ സഫിഷ്യന്റ് മണി ഉണ്ടോ എന്നതാണ് അഫോർഡബിലിറ്റി. അപ്പൊ നമ്മള് ഫുഡ് സെക്യൂരിറ്റിനെ പറ്റി പറഞ്ഞു. ഫുഡ് സെക്യൂരിറ്റിന്റെ അകത്ത് അവൈലബിലിറ്റി പറഞ്ഞു, ആക്സസിബിലിറ്റി പറഞ്ഞു, അഫോർഡബിലിറ്റി പറഞ്ഞു. ക്ലിയർ ആയില്ലേ മൂന്ന് കാര്യങ്ങള്? ഫുഡ് സെക്യൂരിറ്റി ഇൻ ഇന്ത്യ എന്ന് പറയുന്നതാണ് നമ്മുടെ ചാപ്റ്റർ. ഫുഡ് സെക്യൂരിറ്റി ഇൻ ഇന്ത്യയില് ഫുഡ് സെക്യൂരിറ്റി എന്താന്ന് പറഞ്ഞു. ആ ഫുഡ് സെക്യൂരിറ്റിന്റെ 3 കോമ്പണന്റ് ആണ് അവൈലബിലിറ്റി, ആക്സസിബിലിറ്റി ആൻഡ് അഫോർഡബിലിറ്റി. ഓക്കെ, ദസ് food security is ensured in a country only if, അപ്പൊ നമ്മള് ഒരു കൺട്രിയില് ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ആയിട്ട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് ഒരു കൺട്രി ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്? ഇനഫ് ഫുഡ് ഈസ് അവൈലബിൾ ഫോർ ഓൾ ദി പേഴ്സൺ, എല്ലാ ആൾക്കാർക്കും കഴിക്കാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണം കിട്ടുന്നുണ്ട്. ആ കൺട്രിയിലെ, ഒരു രാജ്യത്തുള്ള എല്ലാ പൗരന്മാർക്കും അല്ലെ, എല്ലാ ഇൻഡിവിജ്വൽ പേഴ്സണും അവരുടെ ആവശ്യത്തിനുള്ള ഭക്ഷണം കിട്ടുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഓൾ പേഴ്സൺസ് ഹാവ് ദ കപ്പാസിറ്റി ടു ബൈ ഫുഡ് ഓഫ് ആക്സെപ്റ്റബിൾ ക്വാളിറ്റി, എല്ലാ ആൾക്കാർക്കും ഒരു മിനിമം ആക്സെപ്റ്റബിൾ ക്വാളിറ്റി അല്ലെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരുപാട് പഴകിയ ഭക്ഷണമൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് എന്താണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമാണോ അത്, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഡെത്തൊക്കെ അല്ലെ, ഇൻസെക്ട് ഒക്കെ വീണ് കിടക്കുന്ന അങ്ങനത്തെ ഒക്കെ ഫുഡാണ്, കുറെ കാലപ്പഴക്കമുള്ള ഭക്ഷണമാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് സെക്യൂരിറ്റി നമുക്ക് അഷുറൻസ് കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നാണോ അർത്ഥം? അല്ല അല്ലെ, ഫ്രഷ് ആയിട്ടുള്ള മിനിമം ആക്സസബിൾ ക്വാളിറ്റിയിലുള്ള ഒരു ഫുഡ് അല്ലെ, നമുക്ക് എന്താണ് ഭക്ഷണം എന്ന് പറയുന്ന സാധനം അല്ലെ, ഫുഡ് കണ്ടാൽ നമുക്ക് ഭക്ഷണമാണ് കഴിക്കുന്നത് എന്ന് തോന്നാത്ത രീതിയിലുള്ള ഫുഡ് കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ മിനിമം ആക്സസബിൾ ക്വാളിറ്റി, കുറച്ചെങ്കിലും എന്ത് വേണം, ക്വാളിറ്റി ഉള്ള അല്ലെ, നല്ല ക്വാളിറ്റി ഉള്ള ഫുഡാ വേണ്ടത്. അപ്പൊ എന്തെങ്കിലും ഫുഡ് കിട്ടുന്നുണ്ടോ എന്നുള്ള നല്ല കാര്യം, ആക്സെപ്റ്റബിൾ ക്വാളിറ്റിയിലുള്ള ഫുഡ് കിട്ടണം. സോ ഓൾ പേഴ്സൺസ് ഹാവ് ദ കപ്പാസിറ്റി ടു ബൈ, അങ്ങനെ ആക്സെപ്റ്റബിൾ ക്വാളിറ്റിയിലുള്ള ഫുഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ പോയി കഴിഞ്ഞാൽ ആക്സെപ്റ്റബിൾ ക്വാളിറ്റിയിലുള്ള ഫുഡ് കിട്ടുമോ? കിട്ടോ? നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ അറിയാം അല്ലെ, നിങ്ങൾ ബിരിയാണി ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറെ പൈസക്ക് ബിരിയാണി കിട്ടും. അപ്പൊ ഏറ്റവും കുറഞ്ഞ ബിരിയാണിന്റെ അരിയുണ്ട്, കൂടിയ ബിരിയാണിന്റെ അരിയുണ്ട്. അപ്പൊ കൂടിയ പൈസേന്റെ ബിരിയാണിന്റെ അരി എന്ന് പറയുന്നത് കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയതായിരിക്കും. കുറഞ്ഞ പൈസേന്റെ ബിരിയാണിന്റെ അരി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉപ്പുമാവ് കഴിച്ച പോലെയൊക്കെ ആയിരിക്കും തോന്നുന്നുണ്ടാവുക. സോ ആ ഒരു പൈസക്ക് അനുസരിച്ച് അരിയുടെ ക്വാളിറ്റിയിലും വ്യത്യാസം ഉണ്ടാവും. അതുപോലെയാണ് അല്ലെ, മിനിമം ഒരു പേഴ്സണിന് ആ ഒരു ഫുഡ് ഐറ്റം വാങ്ങിക്കാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെ, ആ ഒരു ക്വാളിറ്റിയിലുള്ള ഫുഡ് ഐറ്റം വാങ്ങിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടോ? ആൻഡ് ദർ ഈസ് നോ ബാരിയർ ഓൺ ആക്സസ് ടു ഫുഡ്, ഫുഡ് ആക്സസ് ചെയ്യാന് ഒരു ബാരിയറും ഇല്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇപ്പം ഒരാള്
ആർക്കും ഫുഡ് ആക്സസിന് ബാരിയർ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഒരാൾക്ക് ഭക്ഷണം വേണം, അയാളുടെ കയ്യിൽ പൈസ ഉണ്ട്, അയാൾ പോയിട്ട് ഫുഡ് വാങ്ങിക്കുന്ന സമയത്ത് ഇല്ല നിങ്ങൾക്ക് ഇവിടുന്ന് ഭക്ഷണം തരില്ല എന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഇല്ല. അപ്പം ബാരിയർ ആർക്കും കൊടുക്കാൻ വേണ്ടി പറ്റില്ല. സോ അപ്പൊ ഒരു കൺട്രി ഫുഡ് സെക്യൂരിറ്റി അറ്റൈൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ അർത്ഥം ആ കൺട്രിയില് ഇനഫ് ഫുഡ് ഈസ് അവൈലബിൾ ഫോർ ഓൾ ദി പേഴ്സൺസ്. എല്ലാ ആൾക്കാർക്കും വേണ്ട ഇനഫ് ആയിട്ടുള്ള ഫുഡ് അവൈലബിൾ ആണ്. ഓൾ പേഴ്സൺസ് ഹാവ് ദ കപ്പാസിറ്റി ടു ബൈ ഫുഡ് ഓഫ് ആക്സെപ്റ്റബിൾ ക്വാളിറ്റി. ആക്സെപ്റ്റബിൾ ക്വാളിറ്റിയിലുള്ള ഫുഡ് ഐറ്റം വാങ്ങിക്കാൻ ആ കൺട്രിയിലെ എല്ലാ ആൾക്കാർക്കും കപ്പാസിറ്റി ഉണ്ട്, പൈസയുണ്ട്. There is no barrier on access to food. ഫുഡ് ആക്സസിന് പ്രത്യേകിച്ച് ബാരിയേഴ്സ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ആ കൺട്രി ഫുഡ് സെക്യൂരിറ്റി അറ്റൈൻ ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നമുക്ക് എപ്പോഴാണ് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നത്? 1947 അല്ലെ? 1947 ആ ഒരു കാലഘട്ടം എന്നൊക്കെ പറയുന്നത് ഭയങ്കര പോവേർട്ടിന്റെ എക്സ്ട്രീം ആയിട്ടുള്ള ഇൻഡിപെൻഡൻസ് അല്ല, ഒരു 2000 മുമ്പുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അല്ലെ, എന്തൊക്കെ നമ്മുടെ കൺട്രിയിൽ ഈവൻ കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ പോലും ഡിഫറെന്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയാസ് അല്ലെ. കുറെ കാസ്റ്റിന്റെ ബേസിസിൽ കുറെ ആൾക്കാർ പട്ടിണി കിടക്കുന്നുണ്ടായിരുന്നു അല്ലെ. എന്താ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ജാതിയുടെ ബേസിസിൽ കുറെ ആൾക്കാർ പട്ടിണി കിടക്കുന്നുണ്ടായിരുന്നു അല്ലെ. കുറച്ചും കൂടെ മുന്നോക്ക സമുദായത്തിലുള്ള ആൾക്കാർ ഉണ്ടാവുമായിരുന്നു. ജന്മിമാരൊക്കെ പാടത്തൊക്കെ പോയിരുന്ന് പണിയെടുത്ത് പണിക്ക് അവർക്ക് ഭക്ഷണമായിരുന്നു കൂലി കൊടുത്തോണ്ടിരുന്നത് അല്ലെ. ജോലിക്ക് കൂലി, ഭക്ഷണം കൊടുക്കും, പൈസയൊന്നും കൊടുക്കൂല. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അല്ലെ ഒരുപാട് കഷ്ടപ്പെട്ടാ ജീവിച്ചുകൊണ്ടിരുന്നത് ആ ഒരു കാലഘട്ടത്തിൽ. അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു സമൂഹത്തിൽ നമുക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഇമാജിൻ ചെയ്യുക, എന്തൊരു മോശം കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോയത്. ഇപ്പൊ നിങ്ങളെ ടീച്ചേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ആരാണെങ്കിലും ഒരാൾ രാവിലെ 8 മണിക്ക് ഒരു സ്ഥലത്ത് ജോലി ചെയ്യാൻ വേണ്ടി പോകുന്നു, വൈകിട്ട് ഒരു 8 മണി വരെ അല്ലെങ്കിൽ വൈകിട്ട് ഒരു 6 മണി വരെ ജോലി ചെയ്യുന്നു. പോവാൻ നേരത്ത് പറയാണ് കൂലിയല്ല, നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ട്, 2 കിലോ അരി ഉണ്ട് അല്ലെ, 1 കിലോ അരിയാണ് നിങ്ങളെ ഇന്നത്തെ കൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു കിലോ അരിയല്ല, ഒരു നേരത്തെ ഭക്ഷണം, ഇന്നത്തെ എന്താ പറയാ ലഞ്ചും ഡിന്നറും ഞങ്ങൾ ഇവിടുന്ന് ഓഫർ ചെയ്യുന്നുണ്ട്, ഇതാണ് നിങ്ങളുടെ കൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ അതുപോലെ എന്താണ്, ഒരുപാട് പോവർട്ടിയും അതുപോലെ ഫുഡിനും ഭയങ്കര ഇൻസെക്യൂരിറ്റി നടന്ന ഒരു കാലഘട്ടമാണ് അപ് ടു 2000 വരെയൊക്കെയുള്ള കാലഘട്ടം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഓൾമോസ്റ്റ് റേഷൻ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ വന്നിട്ട് എന്താ നമുക്ക് പല റേറ്റിലൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് ഈ ചാപ്റ്ററിൽ. റേഷൻ കടകളിലൂടെയൊക്കെ എങ്ങനെയാണ് ഫുഡ്, റൈസ് ഒക്കെ കൊടുത്തോണ്ടിരുന്നത്, അല്ലെങ്കിൽ ഗോതമ്പ് അല്ലെ, ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളൊക്കെ എങ്ങനെയാണ് റേഷൻ കടകളിലൂടെ ഒക്കെ കൊടുത്തോണ്ടിരുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. സോ in the 1970s, food security was understood as the availability of all times of adequate supply of basic foodstuffs. 1970s അവൈലബിലിറ്റി അറ്റ് ഓൾ ടൈംസ് ഓഫ് അഡിക്വേറ്റ് സപ്ലൈ ഓഫ് ബേസിക് ഫുഡ് സ്റ്റെപ്സ്. എല്ലാ കാലവും എന്താ അഡിക്വേറ്റ് എമൗണ്ട് ആയിട്ടുള്ള ബേസിക് ഫുഡ് സ്റ്റെപ്സ്. അതായത് ഏതൊരു കാലാവസ്ഥ, ഇപ്പൊ ഒരാൾക്ക് ജോലി ഇല്ലാത്തൊരു സമയം, അല്ലെങ്കിൽ എന്താ പറയാ ഇപ്പൊ കൃഷി മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്ത് എന്തായിരിക്കും അല്ലെ, നമുക്ക് ഈ ഒരു കാലഘട്ടത്തിലാണ് കാർഷിക മേഖലയിൽ പൊതുവെ ആൾക്കാർ കുറവുള്ള ഒരു കാലഘട്ടം അല്ലെ. എല്ലാ ആൾക്കാരും IT പ്രൊഫഷണൽസും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കും അങ്ങനത്തെ ജോലികളിലേക്കൊക്കെയാണ് കൂടുതലായിട്ട് നീങ്ങുന്നത്. പക്ഷെ കൃഷിയെ മാത്രം ആശ്രയിച്ചുകൊണ്ടിരുന്ന ഒരു ജനറേഷൻ ഉണ്ടായിരുന്നു. അവര് എന്തൊക്കെ ബുദ്ധിമുട്ടായിരിക്കും നേരിട്ടിട്ടുണ്ടാവുക? കൃഷി എന്ന് പറയുന്ന സംഭവം വർഷത്തില് എന്താ 1-2 മാസമൊക്കെ ആയിരിക്കും അവർക്ക് ജോലി ചെയ്യാനുണ്ടാവുക. ആ ഒരു ജോലിയുടെ സമയത്ത് മാത്രമേ 3-4 മന്തിലായിരിക്കും അവർക്ക് ജോലി ഉണ്ടാവുക. അല്ലെങ്കിൽ പിന്നെയുള്ള ഒരു 4-5 മാസം എന്തായിരിക്കും അവര് ജോബ്ലെസ് ആയിരിക്കും. ജോബ്ലെസ് ആയിട്ട് ഇരിക്കാന്ന് പറയുന്ന സമയത്ത് അവർക്ക് ഇൻകം ഒന്നും വരുന്നുണ്ടാവില്ല. അപ്പൊ ആ ഒരു സമയത്ത് അവർക്ക് ഫുഡ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിറവേറ്റാനോ ഒന്നും പറ്റുന്നുണ്ടാവില്ല. സോ അതാ ഇവിടെ പറയുന്ന അവൈലബിലിറ്റി അറ്റ് ഓൾ ടൈംസ് ഓഫ് അഡിക്വേറ്റ് സപ്ലൈ ഓഫ് ബേസിക് ഫുഡ് സ്റ്റെപ്സ്. എല്ലാ സമയത്തും ബേസിക് ഫുഡ് സ്റ്റെപ്സിന്റെ ഒരു അഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു സപ്ലൈ ഉണ്ടാവുന്നുണ്ടോ? Okay, Amartya Sen added a new dimension to food security and emphasized the access എന്ന് പറയുന്നത് to food through what he called the entitlements, combination of what can produce
exchange in the market along with state or other socially provided supplies. Accordingly, there has been a substantial shift in the understanding of food security. അപ്പം ഈ അമാർത്യ സെൻ എന്ന് പറയുന്ന ഒരാളുടെ ഒരു കോൺട്രിബ്യൂഷൻ ആണ് നമ്മളുടെ ഈ ഒരു ഫുഡ് സെക്യൂരിറ്റിയുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ കുറച്ചും കൂടി ഒരു വ്യത്യാസം വന്നിട്ടുള്ളത്. എന്താണ്? അവൈലബിലിറ്റി അറ്റ് ഓൾ ടൈംസ് ഓഫ് അഡിക്വേറ്റ് സപ്ലൈ ഓഫ് ബേസിക് ഫുഡ് സ്റ്റെപ്സ്. എല്ലാ സമയത്തും ആ ബേസിക് ഫുഡ് സ്റ്റെപ്സിന്റെ ഒരു അഡിക്വേറ്റ് സപ്ലൈ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഫുഡ് സെക്യൂരിറ്റി ഉണ്ടെന്നാ പറയുന്നത്. പക്ഷെ നമ്മൾ പഠിച്ച ഡെഫിനേഷൻ എന്താ? അവൈലബിലിറ്റി മാത്രം നോക്കിയിട്ട് കാര്യമല്ല അല്ലെ, ആക്സെപ്റ്റബിലിറ്റി അല്ലെങ്കിൽ അഫോർഡബിൾ ആണോ എന്ന് കൂടി നോക്കണം. അവൈലബിൾ ആണ്. ഇപ്പം ഒരു കിലോ അരി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു 1000 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോ അരി വെച്ച് മാക്സിമം 7-8 ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം ആ ഒരു ദിവസത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒരാൾക്ക് 1000 രൂപ ചെലവാക്കാൻ വേണ്ടി പറ്റുമോ? ഓരോ ദിവസവും 1000 രൂപയ്ക്ക് അരി വാങ്ങിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. സോ അഫോർഡബിളും കൂടെ ആയിരിക്കണം അല്ലെ. അപ്പം അവൈലബിലിറ്റി മാത്രമല്ല, ആൾക്കാർക്ക് അഫോർഡബിൾ ആവുന്ന ഒരു പ്രൈസും കൂടെ ആയിരിക്കണം എന്തെന്ന് പറയുന്നത്, ഫുഡിന്റെ പൈസ എന്ന് പറയുന്നത്. So, the 1995 World Food Summit 1995 ഒരു ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും ചേർന്നിട്ടുള്ള ഒരു വേൾഡ് ഫുഡ് സമ്മിറ്റ് ഡിക്ലെയർഡ് ഫുഡ് സെക്യൂരിറ്റി അറ്റ് ദി ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡ് regional, national and global level exists when all peoples at all times have physical and economic access to sufficient, safe and nutritious food to meet their dietary needs and food preferences for an active and healthy life. Okay, so food security എന്ന് പറയുന്നത് എന്തായിട്ടാണ് 1995 വേൾഡ് ഫുഡ് സമ്മിറ്റ് പറഞ്ഞത്? ഫുഡ് സെക്യൂരിറ്റി അറ്റ് ദ ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡ് അല്ലെ. ഒരു ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡ് എടുത്ത് നോക്കുമ്പോഴും റീജിയണൽ ലെവലിലാണെങ്കിലും നാഷണൽ ലെവലിൽ രാജ്യത്തിന്റെ ക്രൈറ്റീരിയ എടുത്ത് നോക്കുന്ന സമയത്തും ഗ്ലോബൽ ലെവലിലും എക്സിസ്റ്റ് ചെയ്യുന്നത് അവൻ ഓൾ പീപ്പിൾ എല്ലാ ആൾക്കാർക്കും അറ്റ് ഓൾ ടൈംസ് എല്ലാ സമയത്തും ഹാവ് ഫിസിക്കൽ ആൻഡ് എക്കണോമിക് ആക്സസ് അല്ലെ. അവർക്ക് ഫിസിക്കലി ഫുഡ് അടുത്ത് കിട്ടുക വേണം, അതുപോലെ തന്നെ അവർക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാനും പറ്റണം. ഫിസിക്കൽ ആൻഡ് എക്കണോമിക് ആക്സസ് ടു സഫീഷ്യന്റ് ആയിട്ടുള്ള അല്ലെ, അവർക്ക് ആവശ്യമുള്ള അളവില്. ഒരു വീട്ടില് 4 ആൾക്കാരുണ്ട്, അതിൽ ഒരാൾക്കുള്ള ഫുഡ് മാത്രമേ മാർക്കറ്റിൽ എപ്പോഴും കിട്ടുന്നുള്ളൂ, ബാക്കിയുള്ള ആൾക്കാർക്ക് മാർക്കറ്റിൽ ഫുഡ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പറ്റുമോ? ഇല്ല. ഒരു വീട്ടില് 4 ആൾക്കാരുണ്ടെങ്കിൽ ആ 4 ആൾക്കാർക്കും വേണ്ടി നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, പൈസ കൊടുത്തു കഴിഞ്ഞാൽ 4 ആൾക്കാർക്കും കഴിക്കാൻ വേണ്ട ഭക്ഷണം കിട്ടണം. അല്ലാതെ മാർക്കറ്റിൽ നിന്ന് ഇല്ല ഒരു വീട്ടിലേക്ക് ഒരാൾക്കുള്ള ഭക്ഷണമേ തരാൻ പറ്റുള്ളൂ എന്ന് പറയോ? ഇല്ല. അപ്പം സഫീഷ്യന്റ് ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള അല്ലെ, സേഫ് ആയിരിക്കണം. അല്ലെങ്കിൽ ഒരു സേഫ്റ്റി ഒന്നും ഇല്ലാത്ത ഒരു അൺഹൈജീൻ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺസേഫ് ഫുഡ് ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമോ കെമിക്കൽസ് ഒക്കെ ചേർന്നിട്ടുള്ള ഫുഡാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിലോ പഴകിയ ഭക്ഷണം കിട്ടുന്നതെന്നുണ്ടെങ്കിലോ സോ അത് പറ്റില്ല. സഫീഷ്യന്റ് ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് അല്ലെ. നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കണം എന്ന് പറയുന്നത്? ലൈക്ക് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ഇങ്ങനത്തെ മിനറൽസ് ആയിട്ടുള്ള മെഗ്നീഷ്യം, കാൽഷ്യം, ഇങ്ങനത്തെ കുറെ മിനറൽസ് ഒക്കെ അല്ലേ, സെലീനിയം പോലെയുള്ള. അപ്പം ഈ ഒരു മിനറൽസ് ഒക്കെ ഉള്ള ഭക്ഷണവും വേണം എന്ന് പറയും. എന്തുകൊണ്ടാണ്? സഫീഷ്യന്റ്, സേഫ് ആൻഡ് ന്യൂട്രീഷ്യസ് ഫുഡ് ടു മീറ്റ് ദെയർ ഡയറ്ററി നീഡ്സ്. അപ്പം ഈ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്ന് പറയുന്നത് അല്ലെ, ഗ്രോത്ത് വേണം, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് അല്ലെ, ഏതെങ്കിലും നിങ്ങൾ കണ്ടിട്ടില്ലേ അല്ലെ, ഈ അയേണിന്റെ കുറവാണ് അല്ലെ, ഹീമോഗ്ലോബിൻ കുറവാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? എന്തുകൊണ്ടാണ്? രക്തക്കുറവുണ്ട് എന്നൊക്കെ പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ കാൽഷ്യക്കുറവുണ്ട് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് അല്ലെ? അവർക്ക് വേണ്ട ന്യൂട്രീഷൻസ് കിട്ടാത്തത് കൊണ്ടാണ്. അപ്പം ന്യൂട്രിയൻസ് adequate amount sufficient, safe and nutritious food to meet their dietary needs and food preferences for an active and healthy life അല്ലെ. ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫ്. ഒരാൾക്ക് ലൈഫ് ഉണ്ട്, അയാൾക്ക് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് അയാൾ ആക്റ്റീവും അല്ല, അയാൾ ഹെൽത്തിയും അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തുകൊണ്ടാണ്? അപ്പം ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണം കിട്ടുന്നില്ല, അല്ലെങ്കിൽ സേഫ് സഫീഷ്യന്റ് ആൻഡ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആക്റ്റീവ് ആയിരിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ ഹെൽത്തി ആയിരിക്കുമോ? അല്ല. അപ്പം ആ രീതിയിലാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫുഡ് സെക്യൂരിറ്റി അറ്റ് ദ ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡ്
regional, national and global levels exist when all people at all times have physical and economic access to sufficient, safe and nutritious food to meet their dietary needs and food preferences for an active and healthy life. Okay. The declaration further recognizes that poverty eradication is essential to improve access to food. അപ്പം ഒരാളുടെ ഫുഡ് ആക്സസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ മക്കളെ? പോവർട്ടി ഇറാഡിക്കേഷൻ ആണ്. പോവർട്ടി ഇറാഡിക്കേഷൻ. ഒരാളുടെ കയ്യിൽ ഫുഡ് ഇഷ്ടം പോലെ മാർക്കറ്റിലുണ്ട്, അയാൾക്കത് വാങ്ങിക്കാനുള്ള പൈസ അയാളുടെ കയ്യിലില്ല. കാരണം എന്താണ്? പോവർട്ടിയാണ് അല്ലെ, ദാരിദ്ര്യം കാരണമായിരിക്കും അവർ ഫുഡ് വാങ്ങിക്കാനുള്ള പൈസ ഇല്ലാത്തത്. അപ്പം മാർക്കറ്റിൽ ഫുഡ് ഉണ്ടായിട്ടും ഒരാൾക്ക് ഫുഡ് വാങ്ങിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പോവർട്ടി കാരണമാണ്. അപ്പൊ അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്? പോവർട്ടി ഇറാഡിക്കേഷൻ ആണ് അല്ലെ. പോവർട്ടി ഇറാഡിക്കേഷൻ ഈസ് എസെൻഷ്യൽ ടു ഇംപ്രൂവ് ആക്സസ് ടു ഫുഡ്. ഫുഡ് ആക്സസ് ഇംപ്രൂവ് ചെയ്യാനുള്ള എസെൻഷ്യൽ ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പോവർട്ടി ഇറാഡിക്കേഷൻ ആണ്. ഓക്കെ. എന്തിനാണ് ഫുഡ് സെക്യൂരിറ്റി? വൈ ഫുഡ് സെക്യൂരിറ്റി? ഓക്കെ. The poorest section of the society might be food insecure most of the times, while persons above the poverty line might also be food insecure when the country faces a national disaster or calamity like earthquake, drought, flood, tsunami, widespread failure of crops causing famine, etc. അപ്പം ഒരു സൊസൈറ്റിയില് അല്ലെ പാവപ്പെട്ട ആൾക്കാർ അല്ലെ, എപ്പോഴും നമ്മുടെ ഒരു സൊസൈറ്റി എടുക്കുന്ന സമയത്ത് പൈസ ഉള്ള ആൾക്കാരുമുണ്ട്, പൈസ ഇല്ലാത്ത ആൾക്കാരുണ്ട് അല്ലെ. നമ്മുടെ സമൂഹത്തിൽ പല തരത്തിലുള്ള ആൾക്കാരുണ്ട്. കുറച്ച് ജീവിക്കാനുള്ള പൈസയൊക്കെ ഉള്ള ആൾക്കാരുണ്ട്, അത്യാവശ്യം പൈസ ഉള്ള ആൾക്കാരുണ്ട്, കുറെ പൈസ ഉള്ള ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ പൈസ ഉള്ള ആൾക്കാരുണ്ട്, പൈസ ഇല്ലാത്ത ആൾക്കാരുണ്ട് അല്ലെ. അപ്പൊ പല തരത്തിലുള്ള ആൾക്കാരാണ് നമ്മുടെ സൊസൈറ്റിയിൽ ജീവിക്കുന്നത് അല്ലെ. ഡിഫറെന്റ് ആയിട്ടുള്ള എക്കണോമിക് സ്റ്റാറ്റസിൽ ജീവിക്കുന്ന ആൾക്കാര് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിയിൽ ഉണ്ട്. അപ്പം ഫുഡ് ഇൻസെക്യൂരിറ്റി ഏറ്റവും കൂടുതൽ അല്ലെ, ഒട്ടും ഫുഡ് ഇൻസെക്യൂർ ആയിട്ട് നിൽക്കുന്ന ആൾക്കാര് എന്ന് പറയുന്നത് പുവർ പീപ്പിൾ ആയിരിക്കും അല്ലെ. കാരണം എന്താണ്? മോസ്റ്റ് ഓഫ് ദ ടൈംസ് അതാരായിരിക്കും ഫുഡ് ഇൻസെക്യൂർ എന്ന് പറയുന്നത്? പുവറസ്റ്റ് സെക്ഷൻ ഓഫ് ദി കൺട്രി ആയിരിക്കും അല്ലെ. പുവറസ്റ്റ് സെക്ഷൻ ഓഫ് ദി കൺട്രി. കാരണം എന്താണ് അല്ലെ? അവർ പോവർട്ടി അനുഭവിക്കുന്നവരാണ്, ദാരിദ്ര്യമുള്ള ആൾക്കാരാണ്. അവരുടെ ചുറ്റും മാർക്കറ്റിൽ കുറെ ഫുഡൊക്കെ ഉണ്ട്, ഫുഡ് ഗ്രെയിൻ ഒക്കെ ഉണ്ട്, പലതരത്തിലുള്ള ഫുഡൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ അവർക്ക് അത് പോയിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ എന്തില്ല? പൈസ ഇല്ല. അപ്പൊ പുവറസ്റ്റ് സെക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ ഫുഡ് ഇൻസെക്യൂരിറ്റി അനുഭവിക്കുന്ന ആൾക്കാർ. ഇനി അത് പൈസ ഇല്ലാത്തത് കൊണ്ട് അവര് ഫുഡ് ഇൻസെക്യൂരിറ്റി അനുഭവിക്കുന്നു. ഓക്കെ. ഇനി ഒരു കലാമിറ്റി വന്നു, എന്തെങ്കിലും ഒരു കലാമിറ്റി വന്നു, നാച്ചുറൽ കലാമിറ്റി വന്നു, ലൈക്ക് നാഷണൽ കലാമിറ്റി വന്നു, അല്ലെങ്കിൽ ഡിസാസ്റ്റർ വന്നു. അപ്പം ഒരു സ്ഥലത്ത് എർത്തുക്വേക്ക് വന്നു, അല്ലെങ്കിൽ ഡ്രോട്ട് വന്നു, അല്ലെങ്കിൽ ഫ്ലഡ് വന്നു, സുനാമി വന്നു അല്ലെ, അല്ലെങ്കിൽ വെള്ളനാശമൊക്കെ വന്നിട്ട് മൊത്തം ക്ഷാമത്തിലൊക്കെ ആയിപ്പോയി എന്ന് വിചാരിച്ച ഫെമൈൻ കണ്ടീഷനൊക്കെ വന്നു. ആ സമയത്ത് അല്ലെ, വരൾച്ച എന്നൊക്കെ പറയുന്നത് ഒരു സ്ഥലത്ത് ഫ്ലഡ് വന്നു, വെള്ളപ്പൊക്കം വന്നു. അപ്പം വെള്ളപ്പൊക്കം എന്ന് പറയുന്ന സാധനം പൈസ വെള്ളം പോകുന്ന സമയത്ത് വിചാരിക്കോ ഇത് പൈസക്കാരന്റെ വീടാ, ഇവിടെ വെള്ളപ്പൊക്കം വരാൻ പാടില്ല, അപ്പുറത്ത് പാവപ്പെട്ട വീടിന്റെ വീടുണ്ട് അവിടെ പോയിട്ട് വെള്ളപ്പൊക്കം വരാം എന്ന് വിചാരിക്കോ? അല്ലെങ്കിൽ ഭൂമി കുലുക്കോ ഭൂകമ്പൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇത് പൈസക്കാരന്റെ വീടാണ്, ഇവിടെ കുലുക്കാൻ പാടില്ല, അല്ലെ പാവപ്പെട്ടവന്റെ വീട്ടിൽ പോയിട്ട് കുലുക്കാം എന്ന് വിചാരിക്കോ? ഇല്ല. ഈ നാച്ചുറൽ കലാമിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് പറയുന്ന സംഭവം എല്ലാ ആൾക്കാർക്കും ഒരുപോലെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടുന്ന കാര്യമാണ് അല്ലെ. എല്ലാ ആൾക്കാർക്കും ഒരേപോലെ എക്സ്പീരിയൻസ് ആവുന്ന കാര്യമാണ്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നല്ലൊരു വരൾച്ച വന്നു, നല്ലൊരു ക്ഷാമം വന്നു കഴിഞ്ഞാല് അല്ലെ, എന്റെ കയ്യിൽ കുറെ പൈസ ഉണ്ടെന്ന് വെച്ചിട്ട് എനിക്ക് പൈസ ഇരുന്ന് തിന്നാൻ പറ്റുമോ? ഇല്ല. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ്? എല്ലാ ആൾക്കാരെയും ഒരുപോലെ ബാധിക്കുന്ന കാര്യമാണ് അല്ലെ. സോ സംടൈംസ് persons above the poverty line might also be food insecure when the country faces a national disaster, calamity like earthquake, drought, flood, tsunami, widespread failure of crops causing famine, etc. അപ്പം ഇങ്ങനത്തെ മൊത്തം രാജ്യം ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നേരിടുന്ന സമയത്ത് പൈസ ഉള്ള ആൾക്കാർക്കും
ഈ ഒരു ബുദ്ധിമുട്ട് അല്ലെ, ഫുഡ് ഇൻസെക്യൂരിറ്റി എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട് അല്ലെ. വിള മൊത്തം നശിച്ചുപോയി, മൊത്തം ക്രോപ്പ് പ്രൊഡക്ഷൻ ഒക്കെ നശിച്ചു, നല്ല വരൾച്ചയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കുന്നില്ല, ആൾക്കാർക്ക് ഭക്ഷണം കിട്ടില്ല. അത് പൈസ കുറെ ഉണ്ടായിട്ടും കാര്യമില്ല, ഭക്ഷണം കഴിക്കാനുള്ള കാര്യം ഉണ്ടാവില്ല. ഓക്കെ, ഹൗ വാസ് ഫുഡ് സെക്യൂരിറ്റി അഫക്റ്റഡ് ഡ്യൂറിങ് എ കലാമിറ്റി? ഒരു കലാമിറ്റിന്റെ സമയത്ത് എങ്ങനെയാണ് ഫുഡ് സെക്യൂരിറ്റി എഫക്ട് ചെയ്യുന്നത്? ഡ്യൂ ടു എ നാച്ചുറൽ calamity, say drought, total production of food grains decreases. അല്ലെ, ഓരോ സ്ഥലത്ത് ഡ്രോട്ട് സംഭവിച്ചു, വരൾച്ച ഉണ്ടായി, അപ്പം മൊത്തത്തിലുള്ള ഫുഡ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? കുറയും. ആൻഡ് ഇറ്റ് ക്രിയേറ്റ്സ് എ ഷോർട്ടേജ് ഓഫ് ഫുഡ് ഇൻ ദി അഫക്റ്റഡ് ഏരിയാസ്. അല്ലെ, അപ്പം ആ ഒരു ഫുഡ് പ്രൊഡക്ഷൻ കുറഞ്ഞു, നല്ല വരൾച്ച ഉണ്ടായി, ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പം ഉള്ള ഫുഡിന് എന്ത് സംഭവിക്കും? ഓക്കെ, ഇപ്പം 100 കിലോ അല്ലെങ്കിൽ 100 കിലോ ഫുഡാണ് ഒരു സ്ഥലത്ത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ആ ആൾക്കാർക്ക് ജീവിക്കാൻ 100 കിലോ ഫുഡ് വേണം എന്ന് വിചാരിച്ചോ. വരൾച്ച വന്നു, ആകെ 1 കിലോ ഫുഡേ ഉള്ളൂ. ഓക്കെ, വരൾച്ച വന്നു, നല്ലൊരു ഡ്രോട്ട് വന്നു, 100 കിലോ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സ്ഥലമാണ്, അവിടെ 1 കിലോ ഫുഡേ ഉണ്ടാക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചോ. അപ്പം ഈ 1 കിലോ കൊണ്ട് ഈ 100 കിലോ നേരത്തെ ഉപയോഗിച്ചിരുന്ന സ്ഥലത്ത് 1 കിലോ ഫുഡ് വെച്ചിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഈ 1 കിലോ ആർക്കാ കൊടുക്കുക? 1 കിലോ കൊടുക്കുകയായിരിക്കും ആരാണോ കൂടുതൽ പൈസ, അല്ലെ, ആരാണോ കൂടുതൽ പൈസ കൊടുത്ത് ആ ഫുഡ് 1 കിലോ ഫുഡ് വാങ്ങിക്കാൻ വില്ലിങ് ആവുന്നത്, ഉള്ള ഫുഡ് ആരാണോ കൂടുതൽ പൈസ കൊടുത്ത് വാങ്ങാൻ വില്ലിങ് ആവുന്നത്, അയാൾക്കായിരിക്കും ആ 1 കിലോ ഫുഡ് കിട്ടുന്നുണ്ടാവും അല്ലെ. ഒട്ടും പൈസ ഇല്ലാത്ത ഒരാൾക്ക് ആകെയുള്ള 1 കിലോ ഫുഡ് ഒട്ടും പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് കിട്ടുമില്ല. അപ്പൊ എന്ത് ചെയ്യും? ഇങ്ങനത്തെ ഡ്രോട്ട് പോലെയുള്ള കണ്ടീഷൻ വരുന്ന സമയത്ത് ഓൾറെഡി ഉള്ള ഫുഡിന് എന്ത് ചെയ്യും? അവര് വില റൈസ് ചെയ്യും. ഓക്കെ, അവർ പ്രൈസ് റൈസ് ചെയ്യും. പ്രൈസ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും അത് എന്താവില്ല? അഫോർഡബിൾ ആവില്ല അല്ലെ. പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് അപ്പം എന്ത് ചെയ്യാൻ പറ്റില്ല? അഫോർഡബിൾ ആവില്ല. അപ്പം ഉള്ള ഫുഡ് ഐറ്റം അല്ലെ, എന്തെങ്കിലും ഒരു ഡ്രോട്ടൊക്കെ വന്നു കഴിഞ്ഞാല് ഷോർട്ടേജ് ഓഫ് ഫുഡ് ഇൻ അഫക്റ്റഡ് ഏരിയാസ്, ഡ്യൂ ടു ഷോർട്ടേജ് ഓഫ് ഫുഡ് ദ പ്രൈസസ് എന്ത് ചെയ്യും? ഗോസ് അപ്പ്. അപ്പം ഫുഡ് ഷോർട്ടേജ് ഉണ്ടായി കഴിയുമ്പോൾ ഉള്ള ഫുഡിന് എന്ത് ചെയ്യും? അവിടെ ഓൾറെഡി ഉള്ള ഫുഡിന് എന്ത് ചെയ്യും? വിലക്കയറ്റം ഉണ്ടാവും. At the high prices, some people cannot afford to buy food. അല്ലെ, നല്ല പൈസ ഉള്ള സമയത്ത് എല്ലാ ആൾക്കാർക്കും വിലക്കയറ്റം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പറയുന്ന വിലക്ക് വാങ്ങിയിട്ട് ഫുഡ് വാങ്ങിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പൈസ ഉള്ള ആൾക്കാർ പോയിട്ട് വാങ്ങിക്കും, പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് അത് അഫോർഡ് ചെയ്യാനും പറ്റില്ല. If such calamity happens in a very widespread area or is stretched over a longer time period, it may cause a situation of starvation. ഓക്കെ, അങ്ങനത്തെ ഒരു കലാമിറ്റി ലോങ്ങർ പീരീഡ് അല്ലെ. ഒരു ദിവസം ഒരു കലാമിറ്റി വന്നു, അല്ലെങ്കിൽ കുറച്ച് 2-3 ദിവസം വന്നു, കുഴപ്പമില്ല. ഒരു മാസത്തിന്റെ അല്ലെങ്കിൽ ഒരു കുറേ ലോങ്ങർ പീരീഡിൽ ഈ ഒരു കലാമിറ്റിയുടെ എഫക്ട് ഇമ്പാക്ട് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, സ്റ്റാർവേഷൻ എന്ന് പറയുന്ന അല്ലെ, ആ ഒരു രീതിയിലേക്ക് ഭയങ്കരമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ അല്ലെ സമയം കണ്ടീഷനിലേക്കൊക്കെ പോകും. ഒരുപാട് ആൾക്കാർ ഡെത്ത് സംഭവിക്കുന്ന അല്ലെ, ഒരുപാട് ആൾക്കാർ ഭക്ഷണം കിട്ടാതെ മരിച്ചു പോകാൻ വരെ സാധ്യതയുണ്ട് അല്ലെ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട് അല്ലെ. എക്സ്ട്രീം കേസിൽ ആൾക്കാർ വിശപ്പ് സഹിക്കാൻ പറ്റാതെ മരിച്ചു പോകുന്ന കഥകളുണ്ട് അല്ലെ. നമ്മൾ പല സിനിമകളും കണ്ടിട്ടുണ്ടാവും അല്ലെ. അങ്ങനെ വിശപ്പിന്റെ വില അല്ലെങ്കിൽ വെള്ളത്തിന്റെ വിലയൊക്കെ പറയുന്ന ആടുജീവിതം പുസ്തകത്തിലാണെങ്കിലും സിനിമയിലാണെങ്കിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. വിശപ്പിന്റെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഇമ്പോർട്ടൻസ് അല്ലെ. അപ്പൊ ആ രീതിയിൽ ആൾക്കാർ സ്റ്റാർവേഷൻ കാരണം മരിച്ചു പോകുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടാവാറുണ്ട്. A massive starvation might take a turn of famine. അല്ലെ, മാസീവ് സ്റ്റാർവേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഫെമൈൻ കണ്ടീഷൻ ആവും. ഫെമൈൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ വൈഡ് സ്പ്രെഡ് ഡെത്ത്. അല്ലെ, ആൾക്കാർ എന്ത് ചെയ്യും? മരിച്ചു പോവുക ചെയ്യുക. ഡ്യൂ ടു സ്റ്റാർവേഷൻ അല്ലെ, വിശപ്പ് സഹിക്കാൻ പറ്റാത്തവര് മരിച്ചു പോകും. ആൻഡ് എപ്പിഡമിക്സ് കോസ്ഡ് ബൈ ഫോഴ്സ്ഡ് യൂസ് ഓഫ് കണ്ടാമിനേറ്റഡ് വാട്ടർ. അപ്പം സ്റ്റാർവേഷൻ മാത്രമല്ല, അവർക്ക് ഭയങ്കര വിശപ്പാണ് അല്ലെ, ഭയങ്കര വിശപ്പാണ്, ഫുഡ് കിട്ടാനില്ല, ഉള്ള ഫുഡ് അവർക്ക് അഫോർഡബിൾ അല്ല, ഭയങ്കര ഹൈ പ്രൈസ് ആണ്, വാങ്ങിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവർക്ക് ചിലപ്പം കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ അല്ലെ, കണ്ടാമിനേറ്റഡ് ആയിട്ടല്ലേ, ഒന്നിനും കൊള്ളാത്ത മലിനമായിട്ടുള്ള വെള്ളം അല്ലെ, ശുദ്ധജലം അല്ല, ഭയങ്കര മോശമായിട്ടുള്ള വെള്ളം. പക്ഷെ അവർക്ക് വെള്ളത്തിന് സ്കാസിറ്റി ഉണ്ട്. കറക്റ്റ് ഞാൻ ആ പറഞ്ഞിരിക്കുന്ന സിനിമ നിങ്ങൾ ആലോചിച്ചു അല്ലെ, ആടുജീവിതം എന്ന് പറയുന്ന സിനിമയിൽ എന്താണ്? വളരെ സ്കാസിറ്റി, വെള്ളത്തിന് ഭയങ്കര സ്കാസിറ്റി ആണ്. അപ്പൊ
എന്ത് ചെയ്യാണ്, വളരെ അല്ലെ എന്തോ കിട്ടിയാലും കുടിക്കുന്നുള്ള ഒരു സിറ്റുവേഷൻ ആവും അല്ലെ, വേർപ്പൊക്കെ കുടിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ സ്റ്റാർവേഷൻ ഏറ്റവും എന്താണ് സ്ട്രെസ്ഡ് ആയിരിക്കുന്ന സമയത്ത് ആൾക്കാർക്ക് വെള്ളം, ഭക്ഷണമൊന്നും കിട്ടാനില്ല. അപ്പൊ അവരെന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ വെള്ളം അല്ലെ, കൊടിയ വരൾച്ചയില് പ്യുവർ ആയിട്ടുള്ള അല്ലെ ശുദ്ധജലം തന്നെ അവർ കുടിക്കാൻ വേണ്ടി പ്രിഫർ ചെയ്യില്ല. അവര് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അല്ലെ ഭയങ്കര മോശം സ്ഥിതിയിലുള്ള വെള്ളമൊക്കെ കുടിക്കും. അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ എന്താ പറ്റുക, വേറെ പല ഡിസീസസ് അല്ലെ, എപ്പിഡമിക്സ് സ്പ്രെഡ് ആവും, വേറെ എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ ഇങ്ങനെ പടർന്നു പിടിക്കും അല്ലെ. മലിനമായിട്ടുള്ള ജലം കുടിക്കുന്നത് വഴി രോഗങ്ങൾ വരും. അങ്ങനെ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താവും, മരണം സംഭവിക്കും അല്ലെ. വേണ്ട ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഒന്നുമില്ല, ചികിത്സിക്കാനും നോക്കാനും അത് അഫോർഡബിളും അല്ല അല്ലെ, പൈസ ഇല്ല അല്ലെ. എല്ലാത്തിന്റെയും ബേസിക് എന്ന് പറയുന്നത് എന്താണ്, പോവേർട്ടിയാണ് അല്ലെ. അപ്പൊ കണ്ടാമിനേറ്റഡ് വാട്ടർ കാരണം ഡെത്ത് സംഭവിച്ചു, സ്റ്റാർവേഷൻ കാരണം ഡെത്ത് സംഭവിച്ചു, ഡീക്കേയിങ് ഫുഡ് ആൻഡ് ലോസ് ഓഫ് ബോഡി റെസിസ്റ്റന്റ് ഡ്യൂ ടു വീക്കനിങ് ഫ്രം സ്റ്റാർവേഷൻ. നന്നായിട്ട് ഭക്ഷണമൊന്നുമില്ല, അപ്പം എന്ത് ചെയ്യും, ആരോഗ്യം സ്വാഭാവികമായിട്ടും കുറയില്ലേ. നമ്മൾ കഴിക്കുന്ന ന്യൂട്രിയൻസ് ആണ് നമ്മളുടെ ഹെൽത്ത് എന്ന് പറയുന്നത്. നമ്മൾ കാര്യമായിട്ട് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, നമ്മുടെ ശരീരത്തിന് വേണ്ട ന്യൂട്രിയൻസ് പോഷക ഘടകങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താവും, നമ്മുടെ ബോഡി റെസിസ്റ്റൻസ് എന്താവും, വീക്കനിങ് ആവും. അപ്പൊ ഇതൊക്കെ കാരണം എന്താ സംഭവിക്കുന്നത്, വൈഡ് സ്പ്രെഡ് ഡെത്ത് സംഭവിക്കും അല്ലെ. മരിച്ചു പോകും ആൾക്കാർ, ഒരുപാട് ആൾക്കാര് മരിച്ചു പോകും. ഓക്കെ, ദ മോസ്റ്റ് ഡിവാസ്റ്റേറ്റിംഗ് ഫെമൈൻ ദാറ്റ് ഒക്കേർഡ് ഇൻ ഇന്ത്യ വാസ് ദി, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബംഗാളിലുള്ള ക്ഷാമം കേട്ടിട്ടുണ്ടോ? 1943 ബംഗാളിലാണ്. അതാണ് നമ്മുടെ ഇന്ത്യ അഭിമുഖീകരിച്ചിട്ടുള്ള ഏറ്റവും മോശപ്പെട്ട ഒരു, വളരെ വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു അത്. ആ ഒരു ഫെമൈൻ കാരണം കിൽഡ് 30 lakh people. ഓക്കെ, അറൌണ്ട് 3 million people അല്ലെ. അപ്പൊ 30 lakh people in the province of Bengal. ബംഗാൾ പ്രവിശ്യയില് എത്ര ആൾക്കാരാ, 30 ലക്ഷം ആൾക്കാര് സ്റ്റാർവേഷൻ കാരണം അല്ലെ, ആ ഒരു ഫെമൈൻ കാരണം എന്ത് സംഭവിച്ചു, ആൾക്കാര് മരിച്ചുപോയി. നിങ്ങൾ ആലോചിച്ചു, 1 ലക്ഷം എന്ന് പറയുമ്പോ തന്നെ എത്ര ആൾക്കാരാണ് അല്ലെ, ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ അല്ലെ. 30 ലക്ഷം ആൾക്കാര് എന്തായി, ഭയങ്കര ഡേഞ്ചറസ് ആണ് അല്ലെ, ഭയങ്കര അപകടം, എന്താ പറയാ, ഭയങ്കര നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല അല്ലെ, വിശപ്പ് കാരണം അത്രയും ആൾക്കാർ മരിച്ചു പോവാന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, സോ ദ അഗ്രികൾച്ചറൽ ലേബേഴ്സ്, ഫിഷർമാൻ, transport workers and other casual laborers were affected the most by dramatically increasing the price of rice. അല്ലെ, ഏതൊരു മനുഷ്യനും ബേസിക് ആയിട്ട് വേണ്ട സാധനം അല്ലെ. നമ്മള് ഇന്ത്യക്കാരാണ് പൊതുവെ സാധാരണ പാർട്ട് ഓഫ് ഇന്ത്യയിലുള്ള ആൾക്കാരല്ലേ. നോർത്തിലേക്കൊക്കെ ആകുമ്പോൾ കുറച്ച് വേറെ ഐറ്റംസ്, വീറ്റ് ഒക്കെ പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, വേറെ സാധനങ്ങളൊക്കെ പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സാധാരണ പാർട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് ഒബിയസ്ലി റൈസ് ആണ് അല്ലെ. ഈ റൈസ് കിട്ടാത്തത് കാരണം ഏറ്റവും കൂടുതൽ പ്രൈസ് ഓഫ് റൈസ് കൂടുന്നതിനനുസരിച്ച് അല്ലെ, ഡ്രമാറ്റിക്കൽ ഇൻക്രീസ് ഓഫ് പ്രൈസ് ഓഫ് റൈസ് കാരണം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ആൾക്കാര് അഗ്രികൾച്ചറൽ ലേബേഴ്സ്, ഫിഷർമാൻ ഉണ്ട്, ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഉണ്ട്, ആൻഡ് അതർ കാഷ്വൽ ലേബേഴ്സ് വെർ അഫക്റ്റഡ് ദി മോസ്റ്റ് ബൈ dramatically increasing price of rice. They were the ones who died in this ഫെമൈൻ. അപ്പം ഈ ഫെമൈനില് ഏറ്റവും കൂടുതൽ മരിച്ചിട്ടുള്ള ആൾക്കാരാണ് അഗ്രികൾച്ചറൽ ലേബേഴ്സ്, ഫിഷർമാൻ ഉണ്ട്, ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഉണ്ട്, ആൻഡ് ബാക്കിയുള്ള കുറെ സാധാരണ ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർ. ആൻഡ് nothing like the Bengal famine has happened in India again. But it is disturbing to note that even today there are places like Kalahandi and Kashipur in Orissa where famine-like conditions have been existing for many years and where some starvation deaths have also been reported. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ഇതൊക്കെ പഴയ കഥയല്ലേ, ഇന്ത്യ മാറി, ഇന്ത്യയിൽ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, ആരും വിശപ്പ് കാരണം ആരും മരിക്കുന്നൊന്നുമില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും അല്ലെ. ആരും നമ്മളങ്ങനെ കേൾക്കുന്നില്ല അല്ലെ, നമ്മൾ കാണുന്നില്ല. പട്ടിണി കാരണം മരിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നില്ല അല്ലെ. നമുക്ക് റേഷൻ കടകൾ, പൊട്ടും പൈസ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് റേഷൻ കടകളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡിന്റെ ഒരു സപ്ലൈ കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല പട്ടിണി കാരണം മരിക്കുന്ന ആൾക്കാരുണ്ടെന്ന്. കേരളത്തില് കമ്പാരിറ്റീവ്ലി പട്ടിണി കാരണം മരിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണ്. പക്ഷെ ഈ ഒറീസ, ഈ സ്ഥലങ്ങളിലൊക്കെ, ഈ കാശിപൂർ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ഇന്നും ഒരു ഫെമൈൻ പോലത്തെ കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർവേഷൻ കാരണം മരണപ്പെടുന്നും ഉണ്ട്. ഓക്കെ, അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്.
and starvation deaths are also reported in Baran district of Rajasthan, Palamur district of Jharkhand and many other remote areas during the recent years. അപ്പം ഒരുപാട് സ്ഥലങ്ങളില് ഇങ്ങനത്തെ നമ്മുടെ ഇന്ത്യയിൽ തന്നെയും കുറെ സ്റ്റേറ്റുകളില് സ്റ്റാർവേഷൻ ഡെത്ത്സ് എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Therefore, food security is needed in a country to ensure food at all times. അതുകൊണ്ട് തന്നെ നമ്മുടെ കൺട്രിയില് ഫുഡ് സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താ ഫുഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൈലബിലിറ്റി, ആക്സസിബിലിറ്റി ആൻഡ് അഫോർഡബിലിറ്റി അല്ലെ. എല്ലാ ആൾക്കാർക്കും അവൈലബിൾ ആയിരിക്കണം, എല്ലാ ആൾക്കാർക്കും ആക്സസിബിൾ ആയിരിക്കണം, എല്ലാ ആൾക്കാർക്കും അഫോർഡബിൾ ആയിരിക്കണം. അപ്പം ആ 3 കാര്യങ്ങള് എന്താച്ചാലും എന്തായിരിക്കണം, മസ്റ്റ് ആയിരിക്കണം. അപ്പൊ നമ്മള് ഈ ഒരു സെക്ഷനില് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച കാര്യം എന്തായിരുന്നു, ഫുഡ് സെക്യൂരിറ്റി ആയിരുന്നു അല്ലെ. ഇന്ത്യൻ കണ്ടീഷൻസ് പഠിച്ചു അല്ലെ, ഇന്ത്യൻ കണ്ടീഷൻസും അല്ലെ ഫുഡ് സെക്യൂരിറ്റിയുടെ നീഡ് അല്ലെ. എന്തിനാണ് ഫുഡ് സെക്യൂരിറ്റി, എന്താണ് ഫുഡ് സെക്യൂരിറ്റി, വാട്ട് ഈസ് ഫുഡ് സെക്യൂരിറ്റി ആൻഡ് വാട്ട് ഈസ് ദ നീഡ് ഓഫ് ഫുഡ് സെക്യൂരിറ്റി അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത് അല്ലെ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സെഷനിൽ പറഞ്ഞു. ചാപ്റ്ററിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്കത് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.